ഏലിയാവിനെ കരുതാൻ ദൈവം കാക്കയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാക്കയോട് ദൈവം ഇടപെട്ടു. യോന എന്ന് പറയുന്ന മനുഷ്യൻ, നിനവെ എന്ന് പറയുന്ന പട്ടണത്തിന്റെ മാനസാന്തരത്തിനായി പ്രസംഗിക്കേണ്ട മനുഷ്യൻ, നിനവയിലേക്ക് പോകേണ്ടവൻ തർശീഷിലേക്ക് പോകുമ്പോൾ യോന ആ കയറിയ കപ്പലിൽ പ്രതിസന്ധികൾ ഉണ്ടായി. ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, യോനായെ അവർ എടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ തിമിംഗലം യോനായെ വിഴുങ്ങുകയാണ്. ആ യോനായെ ആ തിമിംഗലം തന്റെ ഉദരത്തിൽ ആമാശയത്തിൽ വഹിച്ചുകൊണ്ട് ആ നിനവെ പട്ടണത്തിലെ തീരത്തിലേക്ക് അവനെ ഛർദ്ദിച്ചിടുകയാണ്. ആ യോന പിന്നെയും മാനസാന്തരപ്പെടാതെ, പിന്നെയും ഈ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയാതെ ഒരാവണക്കിന്റെ ചുവട്ടിൽ തണലത്തിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ദൈവം ഒരു പുഴുവിനോട് ഇടപെടുന്നു. ഒരു പുഴുവിനോട് ദൈവം സംസാരിക്കുകയാണ്. ആ പുഴു ആവണക്കിന്റെ ഇല മുഴുവൻ കുത്തി ഉണക്കി കളയുന്നു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ? കാക്കയോട് ദൈവം പ്രതികരിക്കുന്നു, കഴുതയോട് ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുവാൻ, നിനവെ പട്ടണത്തിൽ യോനായെ എത്തിക്കുവാൻ ദൈവം ഒരു കൊച്ചു പുഴുവിനോട് ഇടപെടുന്നു. ആ പുഴു ആവണക്കിന്റെ ഇല, സ്തോത്രം, മുഴുവൻ വട്ടത്തിൽ തുരന്നു കളയുന്നു. വെയില് ശിരസിൽ അടിച്ച് യോന എഴുന്നേൽക്കുന്നു. യോനയ്ക്ക് അവിടെയും കോപമുണ്ടായി. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുകൾ ആ മനുഷ്യനോടെ ഉണ്ടാകുന്നു. ഇവിടെ ഒരു സത്യമുണ്ട്. ദൈവത്തിന് തന്റെ മക്കളെ വിടുവിക്കാൻ, ദൈവത്തിന് തന്റെ ജനത്തിനു വേണ്ടി ഇടപെടുവാൻ, ദൈവത്തിന് തന്റെ ജനത്തിനു വേണ്ടി പ്രതികരിക്കുവാൻ ദൈവം ഏത് റൂട്ടും എടുക്കും. അവൻ കഴുതയോട് സംസാരിക്കും, ആമീൻ. അവൻ കാക്കയോട് ഇടപെടും, അവൻ കൊച്ചു പുഴുവിനോട് ഇടപെടും, അവൻ വലിയ തിമിംഗലത്തോട് ഇടപെടും. വലിയ തിമിംഗലം യോനായെ വിഴുങ്ങി. ആ തിമിംഗലം അവനെ കടൽക്കരയിൽ ഛർദ്ദിച്ചു. ആമീൻ. ആവണക്കിലെ പുഴു, സ്തോത്രം, ഇലകൾ കുത്തി ഉണക്കി. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് വലിയ തിമിംഗലം മുതൽ, കഴുത മുതൽ, കാക്ക മുതൽ, കൊച്ചു പുഴുവിനോട് വരെ എന്റെ ദൈവത്തിന് തന്റെ മക്കൾക്ക് വേണ്ടി ഇടപെടാൻ കഴിയുമെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവത്തിന് ഇടപെടാൻ കഴിയില്ലേ? നിന്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? നിന്റെ വിഷയത്തിൽ ചിലരോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? ഇന്ന് പകലത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.